ഗോകുൽ, ഇപ്പോഴത്തെ ചോദ്യം മുഴുവൻ ഇങ്ങനെയാണ്. ഇവിടെ ഒരു ഡീല് നടക്കുന്നില്ല CPM-ഉം BJP-യും തമ്മിൽ എന്ന് തെളിയിക്കുവാനായിട്ടാണ് ED ഇപ്പോൾ ഇങ്ങനെ ഒരു ECIR, അതായത് FIR-ന് സമാനമായി ECIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന്. ഈ ആരോപണം സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് മുഴുവനും ഉണ്ടാകും UDF-ന്റെ ഭാഗത്ത് നിന്ന്. അതേസമയത്ത് CPM-ഉം LDF-ഉം പറയാൻ പോകുന്നത് ഈ ഡൽഹിയിലെ പോലെയൊക്കെ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴുള്ള ഒരു പതിവ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എന്നായിരിക്കും സ്വാഭാവികമായിട്ടും. അത് തന്നെയാണ് മുഖ്യമന്ത്രി തന്നെയാണ് ഇപ്പോൾ മുന്നിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രചാരണം ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്നലത്തെ യോഗത്തിലും പറഞ്ഞു, ഇന്നത്തെ യോഗത്തിലും അദ്ദേഹം ഇത് തന്നെയാണ് ഊതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന് BJP മറുപടി പറയേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ തെളിയിക്കേണ്ടതുണ്ട്. തെളിവുകൾ ഇത്രത്തോളം പുറത്തു വന്നപ്പോൾ കേന്ദ്ര ഏജൻസികൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് അന്വേഷണം കൊണ്ടു ചെന്നെത്തിക്കുമെന്ന്. മഞ്ജുഷ, ഒന്നാമത്തെ കാര്യം, ആദ്യത്തെ ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDF-ന്റെ ആരോപണമാണല്ലോ പ്രധാനമായിട്ട്. ഇതൊരു ഡീലാണ്, ഒത്തുകളിയാണ് എന്നൊക്കെ ഉള്ള നിലയിൽ ഈ UDF-ന്റെയും കോൺഗ്രസിൻ്റെ ആരോപണങ്ങളെ ആരാണ് സീരിയസ് ആയിട്ട് എടുക്കുന്നത്? ഈ അരവിന്ദ് കെജ്രിവാളിനെതിരെ ആദ്യമായിട്ട് ആരോപണം ഉന്നയിക്കുന്നത് ആരാണ്? കോൺഗ്രസ്സാണ്. ഡൽഹിയിലെ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്. 2022 ജൂൺ മാസം 3-ാം തീയതി അവിടുത്തെ കമ്മീഷണർക്ക് പരാതി അയക്കുന്നത് ഇവിടെ വലിയ അഴിമതി നടക്കുന്നുണ്ടെന്നും അരവിന്ദ് കെജ്രിവാളും ശിരോമണി അകാലിദളിൻ്റെ ചില നേതാക്കളുമായിട്ട് ചേർന്നിട്ട് വലിയ കാർട്ടൽസ് രൂപീകരിക്കുകയും അവർ അതിനനുസരിച്ച് മദ്യനയം മാറ്റി എഴുതുകയും ചെയ്യുന്നുണ്ടെന്ന് ഏറ്റവും ആദ്യ ആരോപണം ഉന്നയിക്കുന്നത് കോൺഗ്രസ്സാണ്. ഇപ്പോൾ കോൺഗ്രസ് എവിടെയാണ് നിൽക്കുന്നത്? അരവിന്ദ് കെജ്രിവാളിൻ്റെ സംരക്ഷകരായിട്ടാണ് നിൽക്കുന്നത്. 2-3 മാസങ്ങൾക്ക് മുൻപ് തെലങ്കാനയിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന മുഖ്യമന്ത്രി തെലങ്കാനയിൽ അധികാരത്തിൽ വന്നു. ഈ രേവന്ത് റെഡ്ഡി അധികാരത്തിൽ വരുന്നത് വരെയും രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള തെലങ്കാനയിലെ കോൺഗ്രസ് നേതാക്കൾ തെലങ്കാനയിലെ പ്രധാനപ്പെട്ട അവരുടെ ഇലക്ഷൻ ക്യാമ്പയിൻസിൽ ഒന്നെന്ന് പറയുന്നത് BRS-ന്റെ മുഖ്യമന്ത്രിയായ ചന്ദ്രശേഖർ റാവുവും അദ്ദേഹത്തിൻ്റെ മകള് കവിതയും ഉൾപ്പെടുന്ന അഴിമതികളായിരുന്നു. ആ അഴിമതികളിൽ ഏറ്റവും പ്രധാനമായിട്ട് അവർ ഉന്നയിച്ചിരുന്നത് ഡൽഹി മദ്യ നയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തിരിമറികൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഈ മുഖ്യമന്ത്രിയും മകളും നടത്തിയിട്ടുണ്ടെന്നും അതിന്റെ പേരിൽ ഇവർ കോടികൾ സമ്പാദിച്ചിട്ടുണ്ടെന്നും ആയിരുന്നു ഇവർ തെലങ്കാനയിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് നടന്നിരുന്നത്. ഇപ്പോൾ കോൺഗ്രസ് ആ വിഷയത്തിൽ എവിടെയാണ് നിൽക്കുന്നത്? തെലങ്കാനയിൽ ഇവർ ഈ വിഷയത്തിൽ ആരോപണം ഉന്നയിച്ചു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, ഡൽഹിയിലെ മദ്യനയം രൂപീകരിക്കുന്നതിൽ കാശ് കൊടുത്ത് കവിത സ്വാധീനിച്ചു എന്നുള്ളതായിരുന്നു ആരോപണം. അപ്പോൾ ഡൽഹിയിലെ മദ്യനയത്തിൽ തിരിമറി നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തെലങ്കാനയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് യാതൊരു സംശയവുമില്ല. ഡൽഹിയിലെ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും ഡൽഹി മദ്യനയം രൂപീകരിക്കുന്ന കാലത്തും അതിനുശേഷം പിന്നീട് അങ്ങോട്ടും യാതൊരു സംശയവുമില്ല. അപ്പോൾ അന്ന് അവർക്കൊരു നയം, ഈ ഇടക്കാലം വരെ അവർക്കൊരു നയം. ഡൽഹിയിൽ കേജ്രിവാൾ എല്ലിൻ കഷ്ണം ഇട്ട് കൊടുക്കുന്നത് പോലെ ഒരു 3 സീറ്റ് മത്സരിക്കാൻ ഇട്ടുകൊടുത്തു കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കളുടെ നിലപാട് മാറി. അതുകൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കൾ വന്നിട്ട് ഇവിടെ ഡീലാണ് മറ്റെന്തെങ്കിലും ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യാതൊരു തരത്തിലുള്ള CMR-ലും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടിൽ അങ്ങനെ ഇടപാട് നടന്നിട്ടുണ്ട് എന്നും അതിൽ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് എന്നും സേവനം നൽകാതെ തന്നെ മുഖ്യമന്ത്രിയുടെ മകളും കമ്പനിയും പണം വാങ്ങിയിട്ടുണ്ട് എന്നും കോൺഗ്രസിന്റെയും നിലപാടാണ്. അക്കാര്യത്തിൽ അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അതെ, അതിപ്പോഴത്തെ നിലപാടല്ലേ. നാളെ ഒരു സമയത്ത് ഈ നിലപാട് മാറി മറ്റെന്തെങ്കിലും ആകുമോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കോൺഗ്രസിന്റെ ഈ വിഷയത്തിലെ നിലപാടുകളെ നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തിട്ട് കാര്യമില്ല. അവർക്ക് ഓരോ സംസ്ഥാനത്തും ഓരോ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് അവർക്ക് ചില സഖ്യങ്ങൾ രൂപപ്പെടുന്നതിനനുസരിച്ചിട്ട് അവരുടെയും ഈ വിഷയങ്ങളിലെ നിലപാടുകൾ മാറിക്കൊണ്ടിരിക്കുന്ന നിലപാട് മാത്രമാണ്. അതുകൊണ്ട് ഇപ്പോൾ BJP CPM-ഉമായിട്ട് ഡീലുണ്ടോ ഡീലില്ലയോ അത് കോൺഗ്രസിനെ ബോധിപ്പിക്കേണ്ട വിഷയമേ അല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് രാഷ്ട്രീയമായിട്ടൊരു നിലപാടില്ലെന്നേ. അവർ രാഷ്ട്രീയമായി ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യ ഇറങ്ങി പുറപ്പെട്ടൊരു പ്രസ്ഥാനമാണ് ദേശീയ തലത്തിൽ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. തലയ്ക്ക് സ്ഥിരതയുള്ള ഒരു രാഷ്ട്രീയ നിലപാട് ഇവർക്ക് സ്വീകരിക്കാൻ അറിയാമായിരുന്നു എന്നുണ്ടെങ്കിൽ കോൺഗ്രസിനെ ഡൽഹിയിലും പഞ്ചാബിലും ഒക്കെ അസ്ഥിരമാക്കി ആം ആദ്മി പാർട്ടി ഇവർ ഒരു പരിധിവരെ ട്രാക്കിലാണ് പോയിക്കൊണ്ടിരുന്നത്. കൃത്യമായിട്ട് കേജ്രിവാൾ അഴിമതിക്കാരനാണെന്നും കേജ്രിവാളിന്റെ അഴിമതി തുറന്നു കാണിക്കണമെന്നും പറഞ്ഞ് വലിയ സമരങ്ങളിലേക്ക് പോയിരുന്ന കോൺഗ്രസ് കേവലം 3 സീറ്റിന് വേണ്ടിയിട്ട് അവരുടെ രാഷ്ട്രീയ അസ്തിത്വത്തെ പണയം വെക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുകയാണ്. അല്ല, താങ്കൾ പറഞ്ഞു വരുന്നത് ഇവിടെ കേരളത്തിൽ അന്വേഷണം കൃത്യമായിട്ട് ED നടത്തും, അത് ഒരു ഡീലിന്റെയും അടിസ്ഥാനത്തിലല്ല. ഞാൻ അതിലേക്ക് വരാം മഞ്ജുഷ. ഞാൻ പറഞ്ഞത് താങ്കൾ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, UDF ഇങ്ങനെ ഒരു ഡീൽ ആരോപിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ UDF ഡീൽ ആരോപിച്ചാലും ആരോപിച്ചില്ലെങ്കിൽ രാഷ്ട്രീയമായി പ്രസക്തമല്ല എന്നുള്ള കാര്യം മാത്രമാണ് പറഞ്ഞത്. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ അക്കൗണ്ടിലേക്ക് യാതൊരു സേവനങ്ങളും കൊടുക്കാതെ 1.72 കോടി രൂപ CMRL എന്ന് പറയുന്ന കമ്പനി അയച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് പോലും സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. കാര്യം വെച്ചാൽ അത്തരത്തിൽ സുവ്യക്തമായിട്ടാണ് ആ കാര്യങ്ങൾ വന്നിരിക്കുന്നത്.
നമ്മുടെ മുമ്പിൽ വളരെ ക്ലിയർ ആയിട്ടാണ് അതിന്റെ ഡേറ്റകൾ പുറത്തോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു സേവനവും നൽകാതെ ബാങ്ക് ത്രൂ പൈസ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്തിനായിരിക്കണം? അത് തീർച്ചയായിട്ടും കള്ളപ്പണം വെളുപ്പിക്കുവാൻ വേണ്ടിയിട്ടായിരിക്കണം. അപ്പോൾ ആ കള്ളപ്പണം അത് ഓക്കെ, ഒരു സേവനവും നൽകാതെ എന്നല്ല, ഉഡായിപ്പായിട്ട് കുറെ സേവനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് ഓക്കെ ഇപ്പം അവർ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിന് ഞാൻ നിങ്ങൾക്ക് സംഭാവന നൽകുന്നത് അല്ലെങ്കിൽ കടമായിട്ട് തരുന്നതാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് അതിനകത്ത് മനസ്സിലാവും. പക്ഷേ യുവരാജ്, ഇത് ഏകദേശം 3 വർഷം ഇല്ലേ ആ കർണാടക ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റ് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ, അതായത് SFIO അന്വേഷണം നടക്കട്ടെ എന്ന കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടല്ലോ, അതെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ വ്യക്തമാണ് 2021 ജനുവരി മുതൽ ഈ അന്വേഷണം തുടങ്ങിയതാണ്. അന്ന് ED അന്വേഷിച്ചതാണ്. EDയുടെ അന്വേഷണവും അത് കഴിഞ്ഞ് അതിൽ കണ്ടെത്തിയ കാര്യങ്ങളും ശുപാർശയായിട്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് പോയതിൽ പിന്നെയാണ് ROBയുടെ അന്വേഷണം നടന്നത്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂർ അന്വേഷണം തുടങ്ങിയത്, ROC ബാംഗ്ലൂരിന്റെ അന്വേഷണം തുടങ്ങിയത്. അപ്പോൾ ഇത് എത്രയോ ഇപ്പോൾ 3 വർഷമായി അത്, എന്നിട്ടും ഒരു തുമ്പും ഇതുവരെ വന്നിട്ടില്ല എന്നാണല്ലോ, ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്ന രീതിയിലാണല്ലോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒന്ന്, അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിന്റെ വേഗതയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആളല്ല. എനിക്ക് നമ്മളുടെ രാഷ്ട്രീയമായിട്ടുള്ള വിഷയവുമല്ല. അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിന്റെ വേഗം എന്ന് പറയുന്നത് അവർക്ക് തീർച്ചയായിട്ടും മറ്റ് പല കാര്യങ്ങളും അതിനകത്ത് ഇൻവോൾവ് ആയിരിക്കും. അവർ ഇരിക്കുന്ന പൊസിഷൻസ്, ആർക്കെതിരെയാണ് അന്വേഷണം പോകുന്നത്, ആ പൊസിഷൻ മൂർച്ച കൂടുന്നത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വേഗം കൂടുന്നല്ലോ എന്ന്. അല്ല, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമല്ലല്ലോ, ഇത് കുറച്ച് നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സല്ലേ. ഇപ്പോൾ ROCയുടെ റിപ്പോർട്ട്, ഈ തെരഞ്ഞെടുപ്പ് എപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത? 2021 ഈ വിഷയവുമായിട്ട് പോകുമ്പോൾ പറയുന്നത് അസംബ്ലി തെരഞ്ഞെടുപ്പാണ് എന്ന് പറയും. 2 വർഷങ്ങൾക്ക് ഇപ്പം 2023 പകുതി മുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് അല്ലേ. നമ്മൾ ഈ ഫ്ലോറിൽ തന്നെ എനിക്ക് തോന്നുന്നു 2023 ജൂൺ മുതലൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. അപ്പോഴും പറയുന്നത് എന്താണ്? അതെ, 24 തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, അതുകൊണ്ടാണെന്ന്. ഈ 24 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ്? അടുത്തത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരും, അത് കഴിയുമ്പോൾ വീണ്ടും അസംബ്ലി തെരഞ്ഞെടുപ്പ് വരും. പിന്നെ ഇത് എപ്പോഴാണ് ഈ കേസ് അന്വേഷിക്കുക? അവർക്ക് അന്വേഷിക്കണ്ടേ? അവരുടെ അന്വേഷണവുമായിട്ട് മുമ്പോട്ട് പോട്ടെന്നേ. CR നീലകണ്ഠൻ, താങ്കൾ